പ്രിയപ്പെട്ട വികാരിച്ച ബഹുമാനപ്പെട്ട സ്വീകരിച്ച മറ്റ് വേദികളെ നമ്മുടെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ കുട്ടികളെ ചരിത്രപ്രസിദ്ധമായ നമ്മുടെ ഈ ദേവാലയത്തിൽ വിശുദ്ധ ശ്രീകായുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഒരു വിവാഹ ആശീർവാദ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പ്രാർത്ഥനാപൂർവം ഈ ദേവാലയത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് സെബാസ്റ്റ്യനും സെലീനായും ഒരു പുതിയ കുടുംബത്തിന് രൂപം കൊടുക്കുന്നത്. വേദ പുസ്തകത്തിൽ നമുക്കറിയാമല്ലോ, സഭയുടെ പൂർവ്വപിതാക്കന്മാര് അബ്രഹാമും ഇസഹാക്കും യാക്കോബും അവരുടെ മക്കളുമെല്ലാം നല്ല ഭാര്യയെ കിട്ടാൻ വേണ്ടി ദീർഘനാട് പ്രാർത്ഥിച്ച് തപസ്സനുഷ്ഠിച്ച് 15, 20, 30 വർഷങ്ങൾ വരെയൊക്കെ അവർ നോക്കി ഇരുന്നവരാണ്. പഴയ നിയമം ഏതാണ്ട് മുഴുവനും തന്നെ ഇത്തരത്തിലുള്ള കുടുംബങ്ങളുടെ നല്ല കുടുംബം രൂപീകരിക്കുന്നതിൻ്റെ ചരിത്രമാണ്. ആദ്യ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ് അവന് പുറകെ നൽകിയ ചരിത്രം ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടല്ലോ. ആ പുരുഷന് ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ പാർശ്വത്ത് ഒരു മുറിവ് ഉണ്ടാക്കി അവിടെ നിന്ന് ഒരു അസ്ഥി എടുത്ത് അതിനെ സ്ത്രീയായിട്ട് ദൈവം മാറ്റുകയായിരുന്നു. അപ്പോൾ ആ പുരുഷന് തിരിച്ചറിഞ്ഞു, തന്നിൽ സംഭവിച്ച ആ മുറിവ്, ആ കുറവ് അല്ലെങ്കിൽ ആ വേദന, അത് തൻ്റെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമാകേണ്ട ഒരു സ്ത്രീയാണ് എന്ന്. അത് വലിയൊരു തിരിച്ചറിവാണ്. നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകൾ തൻ്റെ ജീവിതത്തിൻ്റെ പൂർത്തീകരണമാകേണ്ട കാര്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ വിവാഹത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ചിന്ത അത് തന്നെയാണ്. സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമുക്കറിയാം, ഈശോയുടെ പാർശ്വത്തിൽ ഉണ്ടായ ആ മുറിവിൽ നിന്ന് ഒഴുകിയ ജലവും രക്തവും, അതാണ് പരിശുദ്ധ സഭ. സഭ തന്നെ ജനിക്കുന്നത് ഈ മുറിവിൽ നിന്നാണ്. ഈശോയുടെ പാർശ്വത്തിൽ ഉണ്ടായ ആ മുറിവിൽ നിന്നാണ്. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു കിണർ കുഴിക്കുമ്പോൾ അത് ആ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വലിയൊരു മുറിവാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവശ്യമുള്ള ജലം അത് നമുക്ക് നൽകുന്നു. അത്തരത്തിലുള്ള വലിയ അടിസ്ഥാനപരമായ ഒരു വേദപുസ്തക ചിന്തയാണ് ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒന്നിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വലിയ വേദശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, ദൈവം തന്നോട് തന്നെ യോജിപ്പിച്ചതാണ്. ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിന്റെ നടുവിൽ സെബാസ്റ്റ്യനും സെലീനായും ഒന്നിച്ച് ചേരാൻ വേണ്ടി നിൽക്കുമ്പോൾ ദൈവം തന്നോട് തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് ഇവരെ യോജിപ്പിക്കുന്നത്. ആ യോജിപ്പിലാണ് ഇവര് ഒന്നാകുന്നത്. ഇവരൊരിക്കലും രണ്ടല്ലാതെ പ്രവർത്തിക്കുന്നത് പെരുമാറുന്നത് തമ്മിലില്ല. ദൈവം തന്നോട് തന്നെ യോജിപ്പിക്കുന്ന വലിയ വിശുദ്ധമായ ഒരു കർമ്മമാണ് വിവാഹമെന്ന ഉദാശ. പുരുഷൻ സ്ത്രീയുടെ നേർക്കും സ്ത്രീ പുരുഷന്റെ നേർക്കും പരസ്പരം കരങ്ങൾ നീട്ടുമ്പോൾ അത് നമ്മെ വലിയൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. പുരുഷൻ അവൻ മൗനമായിട്ട് പറയുന്നത്, ഞാൻ എന്നിൽ തന്നെ അപൂർണനാണ്, എനിക്ക് നീ ആവശ്യമാണ്, നീയാണ് എൻ്റെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും.
യാചനാപൂർവ്വം പുരുഷൻ കൈനീട്ടുകയാണ്, അല്ലെങ്കിൽ സ്ത്രീ കൈനീട്ടുകയാണ്. അവരുടെ ജീവിതത്തിന്റെ പൂർത്തീകരണം അവർ തമ്മിലുള്ള ആ ഒരുമിപ്പിലാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളാണ് ഈ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മെ നയിക്കേണ്ടത്. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ വായിച്ചത് കാനായിലെ കല്യാണം എത്രയോ പ്രാവശ്യം നമ്മൾ തിരുവചന പ്രഘോഷണത്തിനായിട്ട് ഈ ഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എപ്പോഴും അമ്മ പറയുന്ന കാര്യം, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. ഈ വിവാഹ അവസരത്തിൽ സെബാസ്റ്റ്യനോടും സെലീനയോടും ഇന്നും പരിശുദ്ധ അമ്മ അടുത്തിരുന്ന് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ, ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞ് കവിയുന്ന സംതൃപ്തി, ഉണങ്ങിയ കൽഭരണികൾ, വെറും വെള്ളമായി കഴിയുന്ന കൽഭരണി പുതുവീഞ്ഞായിട്ട് നിറഞ്ഞ് കവിയുന്നത് സഭ ഈ ദമ്പതികൾക്ക് നൽകുന്ന കൃപയുടെ ഒഴുക്കാണ്. ശിരസ്സായ വിശുകായോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ ശരീരമാകുന്ന സഭയിലെ അംഗങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങുന്ന ആ കൃപയുടെ പ്രകാശമാണ്. അവിടെയുള്ള മനോഹരമായ തിരുവചനമുണ്ടല്ലോ, ഇതുവരെയും ഈ പുതുവീഞ്ഞ് നീ സൂക്ഷിച്ചു വെച്ചിരുന്നല്ലോ. സെബാസ്റ്റ്യന് സെലീനയെ വിളിച്ചു, സെലീനയെ സെബാസ്റ്റ്യനെ വിളിച്ചു. ഇത് പറയാൻ സാധിക്കും, ഇതുവരെയും ഇത് നമുക്കായിട്ട് ദൈവം സൂക്ഷിച്ചു വെച്ചുവല്ലോ. അതാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ബലിപീഠത്തിലേക്ക് വരുന്ന നവദമ്പതികൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്നതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവം കരുതി വെച്ചിരുന്ന പുരുഷനും സ്ത്രീയുമാണ്. ആ തരത്തിൽ നമുക്ക് വലിയ ആത്മവിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹാത്മ്യങ്ങൾ കാത്ത് പരിരക്ഷിക്കുന്ന ഒരു കുടുംബമായിട്ടില്ല. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും. മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയല്ല, മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള ചിന്തയല്ല അവിടെ സുവിശേഷം പറയുന്നത്. പുരുഷൻ അവനെപ്പോഴും അമ്മയുടെ കൂടെ ആയിരിക്കണം, അപ്പൻ്റെ കൂടെ ആയിരിക്കണം എന്നുള്ള ആ ഒരു കുട്ടിത്തരമുണ്ട്, കുട്ടികൾ കാണിക്കുന്ന ആ ഒരു മനോഭാവം, അതാണ് ഉപേക്ഷിക്കുന്നത്. ഈ പുരുഷൻ അവന്റെ കുട്ടിത്തരങ്ങളെ ഉപേക്ഷിച്ച് അവൻ കായിക രൂപത്തോടെ ഒരു സ്ത്രീയെ പരിരക്ഷിച്ച് ഒരു കുടുംബത്തിന് രൂപം നൽകണം. അതാണ് മാതാപിതാക്കളെ വിടുന്നത്. അല്ലാതെ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയല്ല, അവരെ നോക്കാതിരിക്കുന്നതല്ല. അതിന് കൂടുതലായ ഉത്തരവാദിത്തത്തോടുകൂടി സ്വന്തം നിലയിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തിന് രൂപം നൽകുവാനുള്ള വലിയ സന്ദേശമാണ് ഇവിടെ ഏറ്റുവാങ്ങുന്നത്. ഈ സെബാസ്റ്റ്യനെയും സെലീനയെയും നമുക്ക് വിശുദ്ധ ശ്രീകായ്ക്കും വിശുദ്ധ അൽഫോൻസാമയ്ക്കും വിശുദ്ധ മുന്നേറ്റനും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ക്രിസ്തീയ പൈതൃകമുള്ള, ദൈവവിചാരമുള്ള, ദൈവത്തെ എപ്പോഴും വിട്ടുപിടിക്കുന്ന നല്ലൊരു കുടുംബമാണ് വിട്ടുപിടിച്ചായ കുടുംബം. അവർക്ക് ദൈവകൃപയുടെ വലിയൊരു ഒഴുക്ക് ഈ നാളുകളിൽ ബഹുമാനപ്പെട്ട സേവനത്തിലൂടെ അവരുടെ സഹോദരിമാരായ രണ്ട് കന്യാസ്ത്രീകളിലൂടെ ഇപ്പോൾ സെബാസ്റ്റ്യനിലൂടെ എല്ലാം ആ കുടുംബത്തിന് ദൈവം നൽകി. അത് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന് ദൈവം നൽകി വലിയ ഒരു സമ്മാനമാണ്. അതുപോലെ തന്നെ സെലീനയുടെ കുടുംബവും നല്ല പൈതൃകമുള്ള കുടുംബമാണ്. അവർ അങ്ങനെ രണ്ട് വലിയ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ഒരുമിച്ച് ചേർന്ന് കൂടിയാണിത്. അവരെ നമുക്ക് ദൈവത്തിനുള്ളതായി സമർപ്പിക്കാം. കർത്താവ് ഈ വിശുദ്ധന്മാരുടെ ഇവർക്ക് നല്ല ഒരു കുടുംബത്തിൽ വേണ്ട എല്ലാ ഐശ്വര്യവും കൃപയും